കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനവുമായാണ് ഇപ്പോൾ സമസ്ത രംഗത്ത് വന്നിരിക്കുന്നത്. ഇതോടെ മുസ്ലിം ലീഗിന്റെ അവകാശവാദങ്ങളെല്ലാം പൊളിഞ്ഞിരിക്കുന്നു. ലീഗ് പറയുന്നത് പ്രകാരം സമസ്ത ഞങ്ങൾക്കൊപ്പമാണെന്ന അവകാശവാദങ്ങൾ 8 നിലയിൽ പൊട്ടിയിരിക്കുന്നു. വിളിക്കും മുമ്പേ BJPയിലേക്ക് എത്താൻ കാത്തിരിക്കുകയാണ് കോൺഗ്രസ് നേതാക്കളെന്നും കൊല്ലാനാണോ വളർത്താനാണോ കൊണ്ടുപോകുന്നത് എന്ന ധാരണ ഈ കോൺഗ്രസുകാർക്കില്ലെന്നും സുപ്രഭാതത്തിലെ മുഖപ്രസംഗത്തിലൂടെ സമസ്ത നടത്തിയ വിമർശനം കോൺഗ്രസുകാർ കേട്ടില്ലെങ്കിലും കേൾക്കേണ്ടവരെങ്കിലും അത് കേൾക്കണം. പണവും പദവിയും മോഹിച്ചാണ് BJPയിലേക്കുള്ള കോൺഗ്രസിന്റെ കൂടുമാറ്റമെന്നും സമസ്ത മുഖപ്രസംഗത്തിൽ അടിവരയിട്ട് പറയുന്നുണ്ട്. ജനാധിപത്യ മതേതര വിശ്വാസികളുടെ പ്രതീക്ഷകളാണ് ഇങ്ങനെ കോൺഗ്രസ് ഇല്ലാതാക്കുന്നത്. ജവഹർലാൽ നെഹ്റുവിന്റെ പിൻതലമുറക്കാരാണ് നിർവ്യാജം നിർലജ്ജം ഫാസിസ്റ്റ് കൂടാരത്തിലേക്ക് ചേക്കേറുന്നത്. ഈ കൂടുമാറ്റം ആശങ്കാജനകം തന്നെയെന്ന് സമസ്ത എടുത്തു പറയുന്നു. സുപ്രഭാതത്തിന്റെ മുഖപ്രസംഗത്തിൽ നിന്നും കോൺഗ്രസുകാർ പാഠമൊന്നും ഉൾക്കൊള്ളാൻ തൽക്കാലം പോകുന്നില്ല. എന്നാൽ മുസ്ലിം ലീഗുകാരെങ്കിലും ഇത് മുന്നിൽ കണ്ട് പ്രവർത്തിക്കണമെന്ന ഉദ്ദേശവും സമസ്ത ഈ മുഖപ്രസംഗത്തിലൂടെ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. പണവും പദവിയും മോഹിച്ചാണ് ശത്രുപാളയത്തിലേക്കുള്ള ചേക്കേറലെങ്കിലും ജനാധിപത്യവും മതേതരത്വവും ജീവവായു പോലെ ഉള്ളിൽ കൊണ്ടു നടക്കുന്ന ഇന്നാട്ടിലെ കോടിക്കണക്കിന് മനുഷ്യരുടെ പ്രതീക്ഷകളും വിശ്വാസങ്ങളും ഊതിക്കെടുത്തിയാണ് രാഷ്ട്രീയ ഭിക്ഷാന്തഹികളുടെ ഈ കൂടുമാറ്റമെന്ന് സമസ്തയുടെ മുഖപ്രസംഗം ഇങ്ങനെ തുടങ്ങുന്നു. മഹാത്മാഗാന്ധിയും ജവഹർലാൽ നെഹ്റുവും ലാൽ ബഹദൂർ ശാസ്ത്രിയും ഇന്ദിരാഗാന്ധിയും വിഭാവന ചെയ്ത മതേതര ജനാധിപത്യ സോഷ്യലിസ്റ്റ് ആശയങ്ങളുടെ പിൻതലമുറക്കാരാണ് ഇങ്ങനെ നിർലജ്ജം സംഘപരിവാർ പാളയത്തിലേക്ക് ചേക്കേറുന്നവർ ഏറെയുമെന്നത് ആശങ്കാജനകം തന്നെയാണ്. കേരളത്തിൽ നിന്നുൾപ്പെടെ നിരവധി നേതാക്കളാണ് ദിവസം ചെല്ലുന്തോറും BJPയിലേക്ക് ഒഴുകുന്നത്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലാകട്ടെ ഒരു ദിനചര്യ പോലെയാണ് ഈ കൂടൊഴിയൽ. കോൺഗ്രസിൽ നിന്നും CPMയിലേക്കോ തിരിച്ചോ ആയിരുന്നു ഈ പോക്കെങ്കിൽ ആശങ്കപ്പെടേണ്ട കാര്യമില്ലായിരുന്നു. കാരണം ജനാധിപത്യത്തിന്റെയും മതേതരത്വത്തിന്റെയും ജീവവായു ആ പാർട്ടികളിലൊക്കെ ഇപ്പോഴും വറ്റാതെ കിടപ്പുണ്ട്. കഴിഞ്ഞ 2 മാസത്തിനിടെ രാജ്യത്തെ ഒരു പ്രബല കക്ഷിയിൽ നിന്ന് മാത്രം 40ഓളം മുതിർന്ന നേതാക്കളാണ് BJPയിലേക്ക് പോയത്. നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ BJPയിൽ പോകുന്നത് തടയാൻ കഴിഞ്ഞ വർഷം ഈ രാഷ്ട്രീയ സംഘടന ഒരു 5-അംഗ സമിതി രൂപീകരിച്ചിരുന്നു. കൃത്യം 1 വർഷം തികയും മുമ്പ് അതിന്റെ അധ്യക്ഷൻ തന്നെ കഴിഞ്ഞ ദിവസം BJPയിലേക്ക് പോയി. പഞ്ചാബിലും ഹരിയാനയിലും ഉത്തർപ്രദേശിലും ഹിമാചലിലുമൊക്കെ ഇത്തരം കൂടുമാറ്റങ്ങൾ നിർബാധം തുടരുന്നു. ഇന്നലെ വരെ മതേതരത്വവും സോഷ്യലിസവും ജനാധിപത്യവുമൊക്കെ വലിയ വായിൽ പറഞ്ഞ ഈ നേതാക്കളൊക്കെ വർഗീയതയുടെയും വംശീയതയുടെയും വൈറസുകളായിരുന്നു ഇക്കാലം അത്രയും ഉള്ളിൽ വളർത്തിയത്. കുടിച്ച വെള്ളത്തിൽ പോലും അവിശ്വാസം പടർത്തുന്നവരായിരുന്നു ഇവരെല്ലാം. ഇത്രയൊക്കെ സമസ്ത ചോദിക്കുമ്പോൾ അതിന് കോൺഗ്രസുകാർ നിശ്ചയമായും മറുപടി നൽകണം. കുറഞ്ഞപക്ഷം ലീഗ് നേതൃത്വമെങ്കിലും ഇതിനുള്ള ഒരു മറുപടി കണ്ടുവച്ചേക്കണം. കാരണം സമസ്തയുടെ ചൂണ്ടുവരൽ അടുത്തതായി നീളുക ലീഗിലേക്ക് തന്നെയാകും.